മഹാരാഷ്ട്രയിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി പുരോഹിതനും ഭാര്യയും ഉൾപ്പെടെ 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അറസ്റ്റ് ചെയ്ത പുരോഹിതനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ 3 പേർക്കെതിരെയും കേസ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇവർക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തി എന്നറിയാമോ? അമൃത, മഹാരാഷ്ട്രയിലെ നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 11 പേർക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തു എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയ ഇത്തരത്തിൽ ഫാദർ സുധീറിനും അതുപോലെ തന്നെ ഭാര്യ ജാസ്മിനെയും അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർക്കൊപ്പം മറ്റ് 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ 5 പേരെ കൂടി പോലീസ് ഇതിൽ പ്രതി ചേർത്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ബാഹ്യമായ സമ്മർദ്ദം പോലീസിന്മേൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ CSI അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ CSI പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ അതിർത്തി തുടരുകയാണ്. പ്രതിഷേധവും വിവിധ കോണിൽ നിന്ന് ഉയരുന്നു. പ്രധാനമന്ത്രിക്ക് അല്പസമയം മുമ്പ് A. റഹീം MP കത്തയച്ചിരിക്കുകയാണ്. ഈ മഹാരാഷ്ട്രയിലെ ഈ സംഭവം അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ പാസ്റ്റർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിലും കൃത്യമായ അന്വേഷണം വേണമെന്നും ഇവർക്ക് മതിയായ സുരക്ഷയും ഒരുക്കണമെന്നതാണ് ഇപ്പോൾ റഹീം MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രിസ്മസ് വേളയിലെല്ലാം വിവിധ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും അവസാനമായാണ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും ഉണ്ടായ അതിക്രമ വാർത്തകൾ പുറത്തു വരുന്നത്. ജമ്മു കാശ്മീരിൽ അന്ന് BJP ആക്രമണത്തിൽ പരിക്കേറ്റ പാസ്റ്റർ ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. അതേസമയം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. അവർക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അമൃത.